പക്ഷേ 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ആ പറയുന്ന സംഘടനയ്ക്ക് NDF എന്ന് പേര് പോലും പറയാൻ മടിയായി. ആ പേര് പോലും ഇല്ല, പേര് പറയാൻ മടിച്ചിട്ട് ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന പേര് പറയും. ഇന്ത്യയെ പോലുള്ള ഒരു മത സമൂഹത്തിൽ മതസൗഹാർദ്ദവും സാഹോദര്യവും സ്നേഹവും നിലകൊള്ളുന്ന അന്തരീക്ഷത്തിൽ മാത്രമേ നമ്മുടെ രാഷ്ട്ര പുരോഗതി സാധ്യമാകൂ. നമ്മുടെ പൈതൃകം മുറുകെ പിടിക്കുവാനും മതസൗഹാർദ്ദം കൂടുതൽ ശക്തിപ്പെടുത്തുവാനുമാണ് കേരളീയ മുസ്ലിങ്ങളുടെ ആത്മീയ പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക സംഘടനകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഞങ്ങൾ പ്രബോധനത്തിന്റെ മേഖല തുടർന്നുകൊണ്ട് തന്നെ തീവ്രവാദത്തെ മഹല്ലുകളിൽ കടത്താതെ ഈ സമൂഹത്തിൽ അല്ലിപ്പിടിച്ചു നിൽക്കുന്ന ചില തീവ്രവാദികളെ സമൂഹത്തിൽ കൊണ്ട് ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് SKSF-ന്റെ തീരുമാനം. ഏത് ഭീകര സംഘടനകളായിരുന്നാലും ശരി, അത്തരം ഭീകരതയും തീവ്രവാദവും നമ്മുടെ രാജ്യത്തിന് അപകടമാണ് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നത് വരെ ഈ സംഘടന അതിന്റെ പ്രതിരോധ പ്രബോധന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. ഭീകരവാദത്തെ ഞങ്ങൾ എതിർക്കുന്നു, തീവ്രവാദത്തെയും. എന്തുകൊണ്ടെന്നാൽ അത് രാജ്യത്തിന്റെ ശത്രുക്കളാണ്, അത് മതത്തിന്റെ വിരോധികളാണ്, അത് മാനവന്റെ പ്രതിപക്ഷമാണ്. മുന്നാട്ടായി ഒരു പ്രദേശത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും ഡിവൈഎസ്പിന്റെ കൂടെ യാത്ര ചെയ്യുന്നു. പെട്ടെന്നൊരു ഗ്രാമപ്രദേശത്തെത്തിയപ്പോൾ ഒരു ശബ്ദം കേട്ടു, ഒരു പൊട്ടിക്കരച്ചിലിന്റെ ശബ്ദം. ഡിവൈഎസ്പി ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ അവിടെ ഇറങ്ങുകയാണ്. ശബ്ദം കേട്ട വീട്ടിലേക്ക് പോയപ്പോൾ പിന്നാമ്പുറത്തുകൊണ്ട് 2-3 പേർ ഓടി മറഞ്ഞു പോകുന്നു. പോലീസുകാർ അവിടെ പിന്നാലെ പോയി. ശബ്ദം കേട്ട സന്ദർഭത്തിൽ വീട്ടിന്റെ ഉമ്മരെ പഠിച്ചെന്നുകൊണ്ട് ഡിവൈഎസ്പി പറഞ്ഞു, സഹോദരി പുറത്തേക്ക് വന്നോളൂ. ഒരു പെണ്ണിന്റെ ശബ്ദമായിരുന്നു. പുറത്തേക്ക് വന്നോളൂ, കതക് തുറന്ന് പുറത്തേക്ക് വന്നോളൂ, ഞാൻ ഡിവൈഎസ്പിയാണ്. കൂടെ വന്നിട്ടുള്ളത് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനിയനാണ്. അതുകൊണ്ട് പുറത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞപ്പോഴും അവർക്ക് പുറത്തു വരാൻ സാധിച്ചില്ല. അവസാനം കോൺസ്റ്റബിൾമാരെ 2 വനിതാ കോൺസ്റ്റബിൾമാരോട് പറഞ്ഞു, കതക് തള്ളി തുറന്നുകൊണ്ട് അകത്ത് കടന്ന് അവരോട് പുറത്തു വരാൻ പറ. അവർ തള്ളി തുറന്നു. അകത്ത് ചെന്നപ്പോൾ അതേ സ്പീഡിൽ കടകടച്ച് വീണ്ടും അവർ പുറത്തു വന്നുകൊണ്ട് പറഞ്ഞു, സർ, അവർക്ക് പുറത്തു വരാൻ കഴിയില്ല, ആ സ്ത്രീക്ക് അകത്തുനിന്ന് പുറത്തു വരാൻ കഴിയില്ല. ഡിവൈഎസ്പി ചോദിച്ചു, എന്തേ കാരണം? അവരുടെ ശരീരത്തിലെ വസ്ത്രം പിച്ചു ചീണ്ടപ്പെട്ടിരിക്കുന്നു. വർഗീയ കശ്മലന്മാർ ആ സ്ത്രീയുടെ മാനം കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. അപ്പോഴേക്കും പുറത്ത് ഏറെ വാഹനം വന്നു എന്ന് കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടതായിരുന്നു അവർ. ചോദിക്കട്ടെ, ആ പാവപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തിന്റെ മാംസം കൊട്ടിമുറിച്ച് വലിച്ചെറിയാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള വർഗീയവാദികൾ എന്നുകൊണ്ട് ആദർശത്തിന്റെ പ്രചാരകരായിക്കൊണ്ട് കടന്നു വന്നിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ കാവലാളുകൾ എന്ന് സ്വമേധയാ നടിക്കുന്ന ജിഹാദിന്റെ സന്ദേശവാഹകരെന്ന് പറയുന്ന ഉഹദിന്റെയും ബദറിന്റെയും മക്കളെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെട്ടുകൊണ്ട് ഷഹീദാവാൻ പ്രേരിപ്പിക്കുന്നവർ എന്റെ ഒരു 10 എണ്ണം ചെന്നുകൊണ്ട് ആ സ്ത്രീക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സാധിച്ചില്ല? ആയിരക്കണക്കിന് സ്ത്രീകളുടെ നൊമ്പരം കേൾക്കാൻ എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, RSSന്റെ വർഗീയവാദികളുടെ മുമ്പിലേക്ക് പാവപ്പെട്ടവരെ എറിഞ്ഞു കൊടുക്കാനുള്ള തന്ത്രമാണെങ്കിൽ ഇവർ മുസ്ലിങ്ങളുടെ രക്ഷകരല്ല, തീർത്തും മുസൽമാന്റെ ഒറ്റുകാരാണ്. ആ ഒറ്റുകാരെ തിരിച്ചറിയുന്നു SKSF. അവരെയാണ് നമ്മൾ കാര്യത്തെ വിവേചിച്ചറിയേണ്ടത്. ഇവിടെ NDF മുസ്ലിമുകളുടെ രക്ഷക്കല്ല, NDF RSSന്റെ വള്ളവും വളവുമാണ്. ഇപ്പോൾ അവർ പറയുന്നു തീവ്രവാദം ഭൂഷണമല്ല, തീവ്രവാദികളല്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നു ഭീകരവാദത്തിനെതിരെ സമ്മേളനം അത്രേ. ചോദിക്കട്ടെ, ഇത് പറയാൻ ഇപ്പോഴാണ് തോന്നിയെങ്കിൽ ഈ കാലം വരെ 15 കൊല്ലക്കാലം പാവപ്പെട്ട സമുദായത്തിന്റെ ചെറുപ്പക്കാരെ എന്തെന്ന് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോയി. പണ്ടേ ഞങ്ങൾ പറഞ്ഞു, പരിഹാരമാർഗം ഒന്നേയുള്ളൂ, മതേതരത്വത്തിന്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക. അതന്ന് നമ്മൾ പറഞ്ഞപ്പോ അത് സ്വീകരിക്കാൻ തയ്യാറാവാത്തവർ അന്ന് മുസ്ലിം സമുദായത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മുസ്ലിം രാഷ്ട്രീയം ഒരിക്കലും കരണീയമല്ല, ജനാധിപത്യ രാഷ്ട്രീയം ഭൂഷണമല്ല, ജുഡീഷ്യറിക്ക് താങ്ങാൻ കഴിയുന്നില്ല, ജനാധിപത്യത്തിന് തടുക്കാൻ സാധ്യമല്ല, സമസ്തകളെ ജംഇയ്യത്തുൽ ഉലമക്കാർക്ക് തടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് RSSനെ തടുക്കാൻ ഞങ്ങൾ കണ്ട ഒറ്റമൂലിയാണ് ഈ ആയുധം ഏന്തിക്കൊണ്ടുള്ള പ്രതിരോധവും പോരാട്ടവും എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണെണ്ണ വിളക്കിന്റെ മെഴുകുതിരി വിളക്കിന്റെ വെട്ടത്തിരുത്തിക്കൊണ്ട് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിലെ അതിന്റെ ചുമപ്പ് മാറാത്ത പിഞ്ചുകുട്ടികൾക്ക് തീവ്രവാദത്തിന്റെ വിഷബീജം ജിഹാദിന്റെ ക്യാപ്സ്യൂളുകളായിക്കൊണ്ട് കൊടുത്തി വളർത്തിയെടുത്തപ്പോൾ ചോദിക്കുന്നു, ജനാധിപത്യം കരണീയമാണെന്ന് പറയാൻ ഇപ്പോഴാണ് തോന്നിയതെങ്കിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി
NDF നടത്തിയ സകലമായ ഫ്രീഡം പരേഡിലും ഒന്നിച്ചവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങളിതാ പോസിറ്റീവ് പൊളിറ്റിക്സ് കളിക്കുകയാണ്. പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാഷ്ട്രീയമല്ലേ? ആ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരാൻ NDF ഇപ്പോൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചോദിക്കുന്ന 15 കൊല്ലക്കാലം ഈ ന്യൂനപക്ഷ സമൂഹത്തിൽ കൊണ്ടും കൂടുതലേക്ക് കൊണ്ടുപോയി ഭീകരവാദികളും തീവ്രവാദികളും പരസ്പരം ധാരണയിലെത്തിച്ചേരുന്നു. അതുകൊണ്ട് ഇവർക്കൊരു മതമുണ്ട്, അത് ഹിന്ദു മതമല്ല. ഇവർക്കൊരു മതമുണ്ട്, അത് ഇസ്ലാം മതമല്ല. ഹിന്ദുവിനെയും ഇസ്ലാമിനെയും അത് ഒഴിവാക്കിയിട്ട് അവർ രണ്ടു കൂട്ടർക്കും ഒരു മതമുണ്ട്, ഭീകരവാദത്തിന്റെ മതം, തീവ്രവാദത്തിന്റെ സമവാക്യം. ആ ഭീകരവാദ മതസംഘടന എന്ന് വിശേഷിപ്പിക്കാവുന്ന രൂപത്തിലുള്ള കൊടും ഭീകരവാദിയെ ഒറ്റപ്പെടുത്താൻ രാജ്യത്തെ മുസ്ലിമുകളും ഹിന്ദുക്കളും സഹകരിക്കണമെന്ന രാഷ്ട്രത്തിന്റെ രക്ഷക്ക് സൗഹൃദത്തിന്റെ കാവലാളാവണം, സൗഹൃദത്തിന്റെ കരുതലുണ്ടാകണം എന്നാണ് SKSF ആവശ്യപ്പെടാറുള്ളത്. അതാണ് ഈ മനുഷ്യജാതികളിലുടനീളം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഇനിയൊരു ഭീകര സംഘടന അതിന്റെ രൗദ്രഭാവം കൊണ്ടുകൊണ്ട് ഇന്ത്യ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൂടാ. അതോടൊപ്പം തന്നെ ചില മുസ്ലിം പക്ഷം പറയുന്ന മുസ്ലിങ്ങളുടെ കാവലാളികളായി എന്ന് പറയപ്പെടുന്ന NDFന്റെ തീവ്രവാദം ഇന്ത്യയിൽ മുസ്ലിമുകളെ രക്ഷിക്കാൻ വേണ്ടി ഹോൾസെയിൽ ഏറ്റെടുത്തവരാണല്ലോ. മുസ്ലിം സമൂഹത്തെ മുഴുവനും കൊണ്ടെടുക്കാൻ, വർഗീയവാദികളുടെ കത്തിന്റെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ, നിരപരാധികൾ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന NDFന്റെ തീവ്രവാദം അപകടമാണ് എന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് അപകടമാണെന്ന് തിരിച്ചറിയുന്നതുകൊണ്ടാണ് മതേതരത്വത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും കൂട്ടായ്മ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആവശ്യത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ സകലമായ മേഖലകളിലും ഇതേ സായാഹ്നം സൗഹൃദത്തിന്റെ കരവലയം തീർക്കുകയാണ്. ഒരു പ്രവർത്തക സംഘം ഇന്ന് ദക്ഷിണ കന്നഡയിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു സിദ്ധാപുരത്ത്, മറുഭാഗത്ത് ഒരുമിച്ചുകൂടിയിരിക്കുന്നു കൊടക് ജില്ലയിലെ വീരാജ്പേട്ടയിൽ, മലപ്പുറം കേരളത്തിന്റെ വടക്കേ പ്രദേശമായിരിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ, കണ്ണൂരിലും വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലും കോഴിക്കോട്ടും മലപ്പുറത്ത് തിരൂരിലും ഈ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയിലും തൃശൂരിലെ ചാവക്കാട്ടും എറണാകുളത്തെ ആലുവയിലും ആലപ്പുഴയിലും ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ തൊടുപുഴയിലും കൊല്ലം ജില്ലയിലെ കൊല്ലത്തും തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ഗാന്ധി പാർക്കിലും അന്തമാൻ ആന്ധ്രോത്ത് ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപുകൾ പ്രതികരിച്ചുകൊണ്ട് കവറത്തിയിലും UAE എന്ന് പറയുന്ന രാജ്യത്ത് ഫുജൈറയിലും ദുബൈയിലും അബുദാബിയിലും ഒരുമിച്ച് നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം 16 കേന്ദ്രങ്ങളിലും അല്പദിവസ സമയം കൂടി കഴിഞ്ഞാൽ ഇസ്ലാമിനടയാളം ശാന്തി, ഈ മണ്ണിൽ എല്ലാവർക്കും നീതി. തീവ്രവാദികൾ ഇസ്ലാം ദീനിൽ വാഹകരല്ലല്ലോ. തീപ്പൊരി ചിന്തും ചിന്തകളൊന്നും ദീനിലില്ലല്ലോ, ഇസ്ലാം ദീനിലില്ലല്ലോ. ഇസ്ലാമിനടയാളം ശാന്തി, ഈ മണ്ണിൽ എല്ലാവർക്കും നീതി. തീവ്രവാദികൾ ഇസ്ലാം ദീനിൽ വാഹകരല്ലല്ലോ. തീപ്പൊരി ചിന്തും ചിന്തകളൊന്നും ദീനിലില്ലല്ലോ. സംഹാരം ഒരു ദർശനമല്ല, സത്യമതത്തിൽ ആ വിധിയില്ല. സംഹാരം ഒരു ദർശനമല്ല, സത്യമതത്തിൽ ആ വിധിയില്ല. ജൂതന് പോലും മാപ്പ് കൊടുത്തവരാണ് റസൂലുള്ളാഹ്. ഭീകരവാദികൾക്കെന്നും ദീൻ ഇസ്ലാമിൽ വേരോട്ടമില്ല, ദീനിൽ വേരോട്ടമില്ല. ഇസ്ലാമിനടയാളം ശാന്തി, ഈ മണ്ണിൽ എല്ലാവർക്കും നീതി. തീവ്രവാദികൾ ഇസ്ലാം ദീനിൽ വാഹകരല്ലല്ലോ. തീപ്പൊരി ചിന്തും ചിന്തകളൊന്നും ദീനിലില്ലല്ലോ, ഇസ്ലാം ദീനിലില്ലല്ലോ. മതങ്ങളൊന്നും തെറ്റ് പഠിപ്പിച്ചിട്ടില്ല. ആദിയിൽ വചനമുണ്ടായി എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യം പറയുന്നത്. ബൈബിളിൽ നിങ്ങൾക്കറിയാം, ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞതിനെ എന്നാണ്. വായിക്കുക, വീണ്ടും വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്, അക്ഷരത്തെ ആദരിച്ചുകൊണ്ടാണ്, അറിവിനെ ആദരിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ തുടക്കത്തിലൊന്നുമല്ല പ്രശ്നം എവിടെ വെച്ചാണ് ഈ കെട്ടുകൾ, ഈ നേർരേഖകൾ കെട്ടുപിടഞ്ഞു പോയത്? കക്ഷി രാഷ്ട്രീയത്തിന്റെയും വോട്ട് ബാങ്കുകളുടെയും ഭാഷയിൽ ആളുകളെ വേർതിരിച്ചു തുടങ്ങിയപ്പോൾ, നിങ്ങളെ തന്നെ വേണമെങ്കിൽ പല ഗ്രൂപ്പായി തിരിക്കാം. അത് രാഷ്ട്രീയത്തിന്റെ ഒരു കളിയാണ്, കക്ഷി രാഷ്ട്രീയത്തിന്റെ.